ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലെ ജപ്പാൻ ഇന്ന് വളരെ വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ജാപ്പനീസ് സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ ഒഴികെ ഗ്ലോബലി എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ റസൽ 2000 ഇൻഡെക്സ് മാത്രമാണ് ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇറാനും US തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കും എന്നുള്ള ഒരു ന്യൂസ് നില വന്നിരുന്നു. ആ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഇന്ത്യൻ മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റു മാർക്കറ്റുകളിലൊക്കെ ഒരു സെൽ ഓഫ് കണ്ടത്. പക്ഷെ പിന്നീട് വരുന്ന ന്യൂസുകൾ സൂചിപ്പിക്കുന്നത് ഇറാന് 10 ദിവസത്തെ സമയം കൂടി കൊടുത്തേക്ക് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് മാർക്കറ്റിലുണ്ട്. കാര്യമായിട്ടുള്ളൊരു പാനിക്കൊന്നും തന്നെയില്ല, മറിച്ച് വീണ്ടും അത്തരത്തിലുള്ള അതായത് ഇറാനും US തമ്മിൽ ഏത് നിമിഷം യുദ്ധം പുറപ്പെട്ടേക്കും എന്നൊരു ന്യൂസ് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റുകൾ ഒരു നീജർക്ക് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, മറ്റെല്ലാ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഗോൾഡും സിൽവറും ബ്രണ്ട് ക്രൂഡ് ഓയിലും ഒഴികെയുള്ള മറ്റ് കമ്മോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന $5000 പെർ ഔൺസിനാണ് മോർണിംഗിൽ. അതുപോലെ തന്നെ സിൽവർ $78.3 പെർ ഔൺസിനാണ്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ അറൗണ്ട് $72 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ കൂടിയാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. ഇനി അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ഫ്ലോസും സൂചിപ്പിക്കുന്ന US ഫെഡ് അടുത്ത മീറ്റിംഗിൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തേക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇന്നാണ് അമേരിക്കയിലെ 4ാം പാദ GDP ഡാറ്റ, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഡാറ്റയായ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരുന്നത്. ഈ ഡാറ്റകൾക്കനുസരിച്ചും അമേരിക്കൻ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായേക്കാം. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ധാരാളം കമ്പനികൾക്ക് ഓർഡർ ബാഗിങ് ന്യൂസുകൾ, അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. റെയിൽ ടെൽ 36 കോടി രൂപ ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. പേസ് ഡിജിടെക് 89 കോടി രൂപ ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിന് 2011-14 അസസ്മെന്റ് ഇയറിലെ 686.3 കോടി രൂപ ടാക്സ് റീഫണ്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവരുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ടെക്സ്മാക്കോ RVNL JV ഫോം ചെയ്തിട്ടുണ്ട്. വീണ്ടും വലിയ രീതിയിലുള്ള റോളിംഗ് സ്റ്റോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. പോസിറ്റീവാണ്. ടെക്സ്മാക്കോനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വാരി എനർജീസ് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. 8175 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ്, പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയാണ്. ഇൻസുലേഷൻ എനർജി മെയിൻ ബോർഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. BSE SMEൽ നിന്ന് NSE മെയിൻ ബോർഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പോളോ പൈപ്സ്, അതുപോലെ തന്നെ ഗാലൻ ഡിസ്പാറ്റ്, ആശാപുര, മൈൻകം, ടൈൻ ടെക്നോപ്ലാസ്റ്റ്, NCC സ്റ്റോക്കുകളാണ് ഇന്നലെ പ്രൊമോട്ടേഴ്സ് വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ചും സിൽവറിനെ സംബന്ധിച്ചും വീണ്ടും ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ വർഷം എൻഡോട് കൂടിയിട്ട് $6500 പെർ വരെ ഗോൾഡ് മുന്നേറിയേക്ക് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ $133 പെർ ഔൺസ് വരെ സിൽവർ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളാണ്. ഫെബ്രുവരി 25 കോമക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ ഡെലിവറി പൊസിഷൻ എങ്ങനെയായിരിക്കും അതിനനുസരിച്ചൊരു മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് ചൈനയിൽ വലിയ ഷോർട്ടേജ് ആണ് സിൽവർ എന്നുള്ളൊരു കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കും. അതേസമയം നമുക്ക് നല്ല വൊളാറ്റിലിറ്റിയും സിൽവറിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും വലിയ രീതിയിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ വന്നേക്കാം. ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഉയരുകയാണെങ്കിൽ അതിൻ്റെയും ഒരു നീജർക്ക് റിയാക്ഷൻ, നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായേക്കാം. അതേസമയം 2025 ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ സൂചിപ്പിക്കുന്നു 74,698 കോടി രൂപയ്ക്കുള്ള IT സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജനുവരിയിൽ 1835 കോടി രൂപയ്ക്കുള്ള IT സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ 2 ആഴ്ച 10,950
156 കോടി രൂപയ്ക്കുള്ള IT സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഇതിന് പകരം അവർ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് FMCG, ക്യാപിറ്റൽ ഗുഡ്സ്, അതുപോലെ തന്നെ ബാങ്ക്സ്, NBFCs, ഓയിൽ ആൻഡ് ഗ്യാസ് രംഗത്തുള്ള സ്റ്റോക്കുകളാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇത് ഈ സെക്ടേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ടെക്നോളജി സ്റ്റോക്കുകളിൽ AI ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. വീണ്ടും വലിയ രീതിയിൽ ഡിസ്റപ്ഷനൊക്കെ വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും AI ടൂൾസ് സൊല്യൂഷനായിട്ട് സർവീസസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ തീർച്ചയായിട്ടും മുന്നേറ്റത്തിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോസിസ്, കോഫോർജ്, ക്ലർക്സ് ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ ലോവർ ലെവലിൽ ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇറാൻ US ന്യൂസ് ഫ്ലോസ് ഒന്ന് വാച്ച് ചെയ്യുക. ഒപ്പം ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റും വാച്ച് ചെയ്യുക. കമോഡിറ്റികൾ പ്രത്യേകിച്ച് ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോടെ ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.